കോഴിക്കോട് തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് നിഗമനം. തീപിടിച്ച വ്യാപാര സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാർ തമ്മിലുള്ള തർക്കവും പരിശോധിക്കും. കെട്ടിടത്തിൽ ഫോറൻസിക്, KCB, ഡോഗ് സ്ക്വാഡ് പരിശോധന നടന്നുവരികയാണ്. അതേസമയം സർക്കാർ വിഷയത്തെ ഗൗരവമായി കാണുന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇനി ഇല്ലാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതെങ്ങനെയാണ് ഉണ്ടായത്? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതായിരുന്നു. അതിനുള്ള പ്രാഥമിക പരിശോധനകൾ ഇന്ന് ഏതാനും മിനിറ്റ് സമയത്തിനകം തന്നെ ആരംഭിക്കും. സർവതല സ്പർശിയായ പരിശോധനകളിലൂടെ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ച തിരുത്താനും, വീഴ്ചയ്ക്ക് ഇടവരുത്തിയവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പേരിൽ നടപടിയെടുക്കാനും, മനഃപൂർവ്വമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് മറ്റൊരു തരത്തിലുള്ള പരിശോധനയും എന്ന് പറഞ്ഞാൽ ഞാനത് പറയുന്നില്ല. എല്ലാ തരത്തിലുമുള്ള രഹസ്യ പരസ്യ പരിശോധനകളിലൂടെയായിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി AK ലതീഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. ലതീഷ്, ഇപ്പോൾ ദുരൂഹതയില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷേ പുതിയൊരു വിവരം വരുന്നത് ഈ പാർട്ട്ണർമാർ തമ്മിൽ തർക്കമുണ്ട് എന്നുള്ളതാണ്. അക്കാര്യത്തിലും അന്വേഷണം നടത്തണം. ഒപ്പം തന്നെ ഈ കെട്ടിടത്തിൽ ഇന്നലെ തീപിടുത്തമുണ്ടായപ്പോൾ ഇതിനുള്ളിലേക്ക് കടക്കുന്നതിന് തന്നെ ഫയർഫോഴ്സിന് വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. അനാവശ്യമായ അനധികൃത ചില നിർമ്മിതികൾ അതിലുണ്ടായിരുന്നതാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. അത് സ്വാഭാവികമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ടാകും. എന്താണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പുരോഗതി, മറ്റു വിവരങ്ങൾ? സിജു, അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഫയർഫോഴ്സ്, പോലീസ്, ഡോഗ് സ്ക്വാഡ്, അതേപോലെ തന്നെ ഫോറൻസിക് വിഭാഗം തുടങ്ങിയവയുടെ എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരും ഈ തീപിടുത്തം നടന്ന ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതിൻ്റെ മുകൾ നിലയിലുണ്ട്. അവർ വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി PM മുഹമ്മദ് റിയാസ് അല്പ നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എത്തിയത്. അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ഉദ്യോഗസ്ഥരുടെ ഒരു വിവരങ്ങൾ എടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണവും അല്പത്തിനകം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പരിശോധന നടക്കുന്നു. തീപിടുത്തത്തിൽ വലിയ നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. കാരണം ടെക്സ്റ്റൈൽ ഷോറൂമിലാണ് പ്രധാനമായും തീപിടിച്ചത്. ഒപ്പം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. വലിയ മെഡിക്കൽ ഷോപ്പാണ്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ ഏറ്റവും വലിയ മെഡിക്കൽ ഷോപ്പാണ്. ആ മെഡിക്കൽ ഷോപ്പിൻ്റെ മുകളിൽ അവരുടെ ഗോഡൗൺ ഉണ്ട്. ആ ഗോഡൗണിലും തീപിടിച്ച് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നഷ്ടം വിലയിരുത്തണമെങ്കിൽ വൈകിട്ടോടുകൂടിയെങ്കിലും ആകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പരിശോധന ആ നിലയിലെല്ലാം നടക്കുകയാണ്. ഒപ്പം സിജു നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർട്ട്ണർമാർ തമ്മിൽ ചില തർക്കമുണ്ടായിരുന്നു, അക്രമമുണ്ടായിരുന്നു, കത്തിക്കുത്തുണ്ടായിരുന്നു. ഉടമയായ മുകുന്ദനെ പാർട്ട്ണറായ പ്രകാശൻ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. ഇതിൽ പ്രകാശൻ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടും നേരത്തെ ഇവർ തമ്മിലുള്ള ഒരു വിഷയത്തിൽ കേസ് പോലീസ് എടുത്തിട്ടുണ്ട്. അത്തരം വിഷയങ്ങളാണോ ഇത് ഏതെങ്കിലും തരത്തിൽ തീയിടുന്നതിലേക്ക് ഉൾപ്പെടെ നയിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രാഥമികമായി രഹസ്യാന്വേഷണ വിഭാഗവും പോലീസും നൽകുന്ന വിവരം ദുരൂഹതയില്ല എന്ന് തന്നെയാണ്. ഈ പറഞ്ഞ ഈ രണ്ട് പാർട്ട്ണർമാർ മാത്രമേ ഉള്ളൂ, ഈ മുകുന്ദൻ അതുകൂടാതെ മറ്റേ പ്രകാശ് എന്ന് പറഞ്ഞ രണ്ട് പാർട്ട്ണർമാർ മാത്രമേ ഉള്ളൂ ഈ സ്ഥാപനത്തിന്? അതെ, ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ തമ്മിൽ തർക്കമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 ആഴ്ച മുമ്പാണ് തമ്മിൽ കത്തിക്കുത്ത് ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം നിലനിൽക്കുന്നത്. ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു സംഭവം ഇതിലേക്ക് ഇന്നലത്തെ ഉണ്ടായ ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചോ എന്ന കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രാഥമികമായി പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും നടത്തിയ അന്വേഷണത്തിൽ അത്തരം ദുരൂഹതയൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും ആ വിഷയം കൂടി സ്വാഭാവികമായും പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. ആ നിലയിലുള്ള പരിശോധനയും അന്വേഷണവും കൂടി നടത്തുമെന്ന് ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കേസെടുത്തത് പോലീസാണ്. കസബ പോലീസ് ഇതിനകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പരിശോധന വൈകിട്ട് വരെ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഒരു സംയുക്ത സംഘത്തിൻ്റെ പരിശോധനാ റിപ്പോർട്ടായിരിക്കും സർക്കാരിലേക്ക് ചീഫ് സെക്രട്ടറിക്ക് ജില്ലാ കളക്ടർ നൽകുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി ലതീഷ്, ഏതായാലും ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം ഈ സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ ഏതായാലും ഇന്ന് തന്നെ റിപ്പോർട്ട് 2 ദിവസത്തിന് റിപ്പോർട്ട് നൽകാനാണ് ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തത്. ലതീഷ്, രാവിലെ തന്നെ മേയർ ബീന ഫിലിപ്പ് പിന്നീട് മന്ത്രി AK ശശീന്ദ്രനൊക്കെ പറഞ്ഞതിലൊരു ധ്വനിയുള്ളത് ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ചില അനധികൃത നിർമ്മിതികൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്നലെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കടക്കം തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ആ നിർമ്മിതികൾ മാറുകയും ചെയ്തിട്ടുണ്ട്.
ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അന്വേഷണം നടത്തും. ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്യും. കോർപ്പറേഷൻ്റെ അധീനതയിലുള്ള കെട്ടിടമാണിത്. പക്ഷേ പലപ്പോഴും കോർപ്പറേഷൻ്റെ കണ്ണ് വെട്ടിച്ച് ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മിതികൾ നടത്താറുമുണ്ട്. ആ കാര്യങ്ങൾ കൂടി വിരൽ ചൂണ്ടുന്നുണ്ട് ഈ തീപിടുത്തം. കോഴിക്കോട് തീപിടുത്തമുണ്ടായ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വ്യാപാര സമുച്ചയത്തിൽ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഏതായാലും അല്പസമയത്തിനകം മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രാഥമിക പരിശോധനയിൽ, രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിൽ തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ട്ണർമാർ തമ്മിലുള്ള തർക്കം ഉണ്ടായിട്ടുണ്ട്. വലിയ തരത്തിലുള്ള കത്തിക്കുത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതാണോ തീപിടുത്തത്തിനിടയാക്കിയെന്നുള്ള കാര്യത്തിൽ വ്യക്തതയൊന്നും വന്നില്ല. പക്ഷേ ദുരൂഹത ഇല്ലെന്നാണ് പ്രാഥമികമായ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. വിവരങ്ങളാണ് ലതീഷ് നൽകിയത്.